السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لا أسألكم عليه أجرا إلا المودة في القربى. وقال النبي صلى الله عليه وسلم: موت العالم مصيبة لا يجبر. آل النبي ذريعتي وهم إليه وسيلتي. أرجو بهم غدا بيد اليمين صحيفتي. അഭിവന്ദരായ ഇബ്നു ഖുറത്തു സാദാത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ മസ്ഊദ് തങ്ങൾ, സയ്യിദ് മിസ്ബാഹ് തങ്ങൾ, ശൈഖുന ഓലമുണ്ട് ഉസ്താദ് അടക്കമുള്ള കർണാടക ജമിയത്തുൽ ഉലമയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രാസ്ഥാനിക കുടുംബങ്ങളാകുന്ന സുന്നി യുവജന സംഘം, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നേതാക്കൾ, പ്രവർത്തകർ, പ്രിയപ്പെട്ട മോമിനീങ്ങൾ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പരിശുദ്ധമായ സാദാത്തുക്കളെ കൊണ്ട്, ആലിമീങ്ങളെ കൊണ്ട് നിറസാന്നിധ്യമായി ഈ മജ്ലിസിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് മഹാന്മാരായ സാദാത്തുക്കളെ മഹബത്ത് വെച്ചുകൊണ്ടാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാനം, നമ്മുടെ ഈമാനിൻ്റെ അടിസ്ഥാനം അത് മഹബത്താണ്, അത് സ്നേഹമാണ്. ആ ഈമാനും ആ ഹിദായത്തുമൊക്കെ നിലനിൽക്കണമെങ്കിൽ സ്നേഹങ്ങൾ ഉണ്ടാകണം. സാധാരണ എല്ലാ വീടുകളിലും, അത് വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും, എല്ലാ കച്ചവട സ്ഥാപനങ്ങളിലും നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം മഹാന്മാരായ ബദ്ർ ശുഹദാഇന്റെ പേര് വെച്ച് അതിനെ ബഹുമാനിച്ച് ഫ്രെയിം ചെയ്ത് ഡൈനിങ് ഹാളിൽ വെക്കാതെ, മറ്റുള്ള സൈഡുകളിലുള്ള റൂമുകളിൽ വെക്കാതെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുകയാണ്. എന്തിനാണ് അങ്ങനെ വളരെ ആദരവോടെ, റെസ്പെക്റ്റോടുകൂടെ ഫ്രെയിം ചെയ്തിട്ട് ബദ്ർ ശുഹദാഇന്റെ പേര് വെക്കുന്നത്? എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ ഉണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളുമുണ്ട്. എൻ്റെ വീട് എപ്പോഴും സന്തോഷത്തോടുകൂടെ നിലനിൽക്കണമെങ്കിൽ, എൻ്റെ വീടുകളിൽ ബറക്കത്തുകൾ നിറഞ്ഞു നിൽക്കണമെങ്കിൽ, എൻ്റെ മാതാപിതാക്കളുടെ, ഭാര്യ മക്കളുടെ ജീവിതങ്ങളിൽ വലിയ ഉയർച്ച കിട്ടണമെങ്കിൽ, എൻ്റെ ഇബാദത്ത് കൊണ്ട് ആ വീടുകളിൽ അങ്ങനെ കിട്ടിക്കൊള്ളണം എന്നില്ല, എൻ്റെ ക്വാളിഫൈഡ് കൊണ്ട് അങ്ങനെ കിട്ടിക്കൊള്ളണം എന്നില്ല. മറിച്ച് മഹാന്മാരായ ബദ്ർ ശുഹദാഇന്റെ പേര് വെച്ചാൽ ആ പേരിന്റെ ബർക്കത്ത് കൊണ്ട് ഹമല്ലാഹു ഹാദൽ ബൈത ഫീ കുല്ലി സാഅതി, ഏത് സമയത്തും പടച്ചവന്റെ കാവൽ കിട്ടണമെങ്കിൽ ആ ബദ്ർ ശുഹദാഇന്റെ അസ്മാഇനെ കൊണ്ട് കഴിയും എന്ന വിശ്വാസത്തോടുകൂടെയാണ് നമ്മൾ ആ പേര് വെക്കുന്നത്. നിങ്ങളെല്ലാവരും ഇന്ന് നിങ്ങളുടെ വീടുകളിലുള്ള ആ ഫ്രെയിമിൽ ഒന്ന് സൂക്ഷിച്ചു പോയി നോക്കിയാൽ മഹാന്മാരായ ബദ്ർ ശുഹദാഇന്റെ ഒരുപാട് പേരുകൾ അതിൽ കാണും. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരെ പേര് കാണുന്ന ആ ഫ്രെയിമിന്റെ കൂട്ടത്തിൽ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ കാണുന്നത്, അണ്ടർലൈൻ ഇട്ടുകൊണ്ട് കാണുന്ന ഒരു പേരുണ്ട്. ആ പേര് ഖിത്മീർ എന്ന് പറയുന്ന പേരാണ്. ഈ ഖിത്മീർ എന്ന് പറയുന്ന പേര് യഥാർത്ഥത്തിൽ അത് ബദ്ർ ശുഹദാഇന്റെ പേര് അല്ല, അല്ലെങ്കിൽ ഒരു സ്വഹാബത്തിന്റെ പേര് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പിയാക്കളുടെ പേര് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മലായിക്കത്തിന്റെ പേര് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മൂമിനിന്റെ പേരും അല്ല. വേണ്ട, ഒരു മനുഷ്യന്റെ പേര്
പോലും അല്ല. ഈ മഹാന്മാരായ അള്ളാഹുവിന്റെ ദീനിന് മുഴുവനും സമർപ്പിച്ച അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിന്റെ കൂട്ടത്തിൽ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ കാണുന്ന പേര് ഖുത്മീർ എന്ന് പറയുന്ന പേര് യഥാർത്ഥത്തിൽ ആരുടേതാണ്? ഒരു നായയുടെ പേരാണ്. 4 കാലുള്ള നമ്മുടെ മദ്ഹബിൽ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട നായയാകുന്ന ഒരു ജീവിയുടെ പേരാണ്. ഈ നായയുടെ പേര് വെച്ചിട്ടാണ് അശരിയ സഖാഫിയാകുന്ന ഞാൻ എൻ്റെ വീട്ടിൽ കാവലിന് വേണ്ടി ആശിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നിങ്ങളും ആഗ്രഹിക്കുകയും ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഈ ഖുത്മീർ എന്ന് പറയുന്ന ഈ നായന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ബഹുമാനം എന്താണ്? അതിന്റെ ക്വാളിഫൈഡ് എന്താണ്? അത് തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലല്ലോ, അത് വേറെ ഏതെങ്കിലും മാസങ്ങളിൽ നോമ്പ് നോറ്റിട്ടില്ലല്ലോ, ദാനധർമ്മങ്ങളിൽ മുന്നിലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മറിച്ച് അസ്മാഉൽ ബദർ എഴുതി കാവലായി സൂക്ഷിക്കപ്പെടുന്ന ഈ ഫ്രെയിമിൽ ആ നായയാകുന്ന ഖുത്മീറിന്റെ പേര് ഉൾപ്പെടുത്താനുള്ള കാരണം ആ നായ മറ്റുള്ള നായകളിൽ നിന്ന് വെറൈറ്റിയായ നായയാണ്. ആ നായ മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായ ഡിഫറൻ്റായ നായയാണ്. ആ നായക്കുള്ള പ്രത്യേകത എന്താണ്? ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന മഹത്തുക്കളായ മഹാന്മാർ, ആ മഹാന്മാരെ പിരിസം വെച്ചിട്ടുണ്ട് ആ ഖുത്മീർ എന്ന് പറയുന്ന നായ. ആ കാലഘട്ടത്തിലുള്ള അസ്ഹാബുൽ കഹ്ഫാകുന്ന അന്നത്തെ മഹാന്മാരാകുന്ന വലിയ വലിയ മഹാന്മാരെ മഹബത്ത് വെച്ച കാരണം കൊണ്ട് വസാമിനുഹും കൽബുഹും, 8ാമത്തെ ആള് സൂറത്തുൽ കഹ്ഫിൽ നമ്മെ പരിചയപ്പെടുത്തിയത് വസാമിനുഹും കൽബുഹും, അത് ആ നായയാണ്. ഒരു നായക്ക് ഇത്ര വലിയ പ്രത്യേകത ഉണ്ടെങ്കിൽ ആ നായ അഹ്ലുൽ ജന്നയാണ്, സ്വർഗത്തിന്റെ അഹ്ലുകാരനാണ്. ആ നായക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടാനുള്ള മാനദണ്ഡം എന്താണ്? നമ്മൾ ഇവിടെ ഇത്ര ഈ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാത്ത സമയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടാനുള്ള കാരണം എന്താണ്? ദക്ഷിണ കന്നഡ ജില്ലക്ക് മാത്രമല്ല, കർണാടക സ്റ്റേറ്റിന് മാത്രമല്ല, കേരള സ്റ്റേറ്റിന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, GCC രാഷ്ട്രങ്ങൾക്ക് മാത്രമല്ല, ഖൽബിൽ ഈമാനുള്ള മൂമിനീങ്ങളുടെ നിറസാന്നിധ്യമായി നിന്ന ഒരു കാലഘട്ടത്തിലുള്ള ആലിമും ആബിദും ദാക്കിറും ഷാക്കിറും സയ്യിദുമായ നേതൃത്വമായിരുന്ന സയ്യിദുന വ മുർഷിദുന താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ ബഹുമാനം എത്ര പറഞ്ഞാലും മതിയാകുകയില്ല. ആലിമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ആലിമാണ്. ആലിമാണ് എന്ന് പറഞ്ഞിട്ട് സമകാലിക ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ നിർത്തിവെക്കാതെ ആലിമിനേക്കാൾ മഹാനായ താജുൽ ഉലമാ ഉപ്പാപ്പക്ക് കൊടുക്കേണ്ട വിശേഷണം അത് ആബിദാണ് എന്ന് പറയുകയാണ്. ഉടനെ തന്നെ ആ കാലഘട്ടത്തിലുള്ള മഹാന്മാർ പറഞ്ഞു, കേവലം ഒരു ആലിമും ആബിദും എന്ന് പറഞ്ഞ് നിർത്തിവെക്കാൻ താജുൽ ഉലമാ ഉപ്പാപ്പനെ കൊണ്ട് കഴിയില്ല, അവർ വലിയ ആശിഖായിരുന്നു എന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ നീണ്ടുപോകും. ആ മഹാനായ താജുൽ ഉലമാ ഉസ്താദ് വിട്ല മഹലിലുള്ള വിട്ല പരിസരത്തുള്ള ഏത് മോമിനീങ്ങളോട് ചോദിച്ചാലും, അല്ലെങ്കിൽ ഏത് ദക്ഷിണ കന്നഡയിലുള്ള കർണാടകയിലുള്ളവരോട് ചോദിച്ചാലും, നമ്മുടെ ഭാഗത്ത് ദീന് എത്തിച്ചത് ആരാണ്? നമ്മുടെ ഭാഗത്ത് ഇസ്ലാം എത്തിച്ചത് ആരാണ്? നമ്മുടെ ഭാഗത്ത് ഹിദായത്തിന്റെ വെളിച്ചം എത്തിച്ചത് ആരാണ്? നമ്മുടെ ഭാഗത്ത് ഈമാനിന്റെ വെളിച്ചം എത്തിച്ചത് ആരാണ്? നമ്മുടെ ഭാഗത്ത് സുന്നത്ത് ജമാഅത്ത് എത്തിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ, സംഘടനകൾ മാറ്റി നിർത്തിയിട്ട്, വിഭാഗങ്ങൾ മാറ്റി നിർത്തിയിട്ട്, ഗ്രൂപ്പുകൾ മാറ്റി നിർത്തിയിട്ട് എല്ലാ ആലിമീങ്ങളും ഒറ്റ സ്വരത്തിൽ പറയും, അത് താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളായിരുന്നു എന്ന്. 70 വർഷം മുമ്പ് കരുവന്തുരുത്തിയിൽ നിന്ന്, കോഴിക്കോട് ജില്ലയുള്ള കരുവന്തുരുത്തിയിൽ നിന്ന് ഈ നാട്ടിലേക്ക് വന്നത് കാളവണ്ടിയിൽ, ട്രെയിൻ ഇറങ്ങിയിട്ട് കാളവണ്ടിയിലാണ് വന്നത്. അന്നിവിടെ ഒന്നും ആർക്കും അറിയില്ല. ആകെ ദൊഡ്ഡ മുക്രിക്ക, സണ്ണ മുക്രിക്ക എന്നതല്ലാതെ വേറെ ഒരു വാക്കില്ല. ആകെ പറയുന്നത് അങ്ങനെയാണ്. ആലിമ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, മുദരിസ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, ഖാദി എന്ന് പറഞ്ഞാൽ ആർക്കും ഇപ്പോഴും ആലിയാറിൽ തന്നെ ഉള്ളതാണ്. ഖാദി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, അതുപോലെ ഖതീബ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, ദീൻ എന്തെന്ന് പറഞ്ഞാൽ അറിയില്ല. ഒരു ദൊഡ്ഡ മുക്രിക്ക, സാധാരണ ഒരു മൗലൂദ് ഓതാനും യാസീൻ ഓതാനും
ഓതാനുണ്ടെങ്കിൽ അയാൾ തൊട്ട മുക്കറിക്കായി, പിന്നെ ഒരു സണ്ണ മുക്കരിക്ക കോതി അറക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞെങ്കിൽ അയാൾ സണ്ണ മുക്കറിക്കായി. ഇങ്ങനെയുള്ള ഒരു നാടിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് താജുല്ലുലമയാകുന്ന ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ തഖ്വയുടെ വെളിച്ചമാകുന്ന മഹാനവറുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോ അവിടെയാണ് പിന്നെ ഇൽമ് വന്നത്, അവിടെയാണ് ഈമാൻ വളർന്നു വന്നത്, അവിടെയാണ് ഹിദായത്ത് വന്നത്, അവിടെയാണ് ഇസ്ലാം വന്നത്. അൽഹംദുലില്ലാഹ് 6 പതിറ്റാണ്ട് കാലം നമുക്കൊക്കെ അറിയുന്നതിന് മുമ്പ് ഈ വീട്ടിലെ പരിസരത്തുള്ള മുഴുവൻ മഹല്ലുകളിലും ഇവിടെ കല്ലെടുക്ക ടൗണിലുള്ള പള്ളിയിൽ അവിടെ നേതൃത്വം നൽകണമെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മഹാനായ താജുല്ലുലമ ഉസ്താദായിരുന്നു വേണ്ടിയിരുന്നത്. പുത്തൂർ ടൗണിലുള്ള പള്ളിയിൽ ഒരു കാലഘട്ടത്തിൽ വഅദ് പറയാൻ താജുല്ലുലമ ഉസ്താദാണ് ഉണ്ടായത്. മിത്തബയിലെ പള്ളിയിൽ ഒരു കാലഘട്ടത്തിൽ വഅദ് പറയാൻ മഹാനായ താജുല്ലുലമ ഉസ്താദാണ് ഉണ്ടായത്. അഡ്യാർ കണ്ണൂർ പള്ളിയിൽ ഒരു കാലഘട്ടത്തിൽ വഅദ് പറയാൻ താജുല്ലുലമ ഉസ്താദാണ് ഉണ്ടായത്. അങ്ങനെ ഓരോരോ നാടുകളിൽ വഅദ് പറയാൻ പോയി മുഅ്മിനീങ്ങളെ കൊണ്ട് അവരെ കൊണ്ട് സംഭാവന സ്വരൂപിച്ചിട്ടാണ് ഈ നമ്മുടെ നാടുകളിൽ പള്ളികളും മദ്രസകളും ദീനിന്റെ സംരംഭങ്ങളും ഉണ്ടായത്. അവിടുന്ന് നമ്മിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ ഞാൻ ചുരുക്കി സംസാരിക്കുകയാണ്. തങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് കൂടുതലായി നീട്ടാതെ അവിടുന്ന് അസ്തമിച്ചപ്പോ അവിടുന്ന് റബീഉൽ അവ്വലിന്റെ സമാപനത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിന്റെ മണങ്ങളും ആസ്വാദനങ്ങളും സുഗന്ധങ്ങളും തീരുന്നതിന്റെ മുമ്പേ മഹാനായ അവിടുത്തെ കുടുംബ പരമ്പരയിലുള്ള അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളുടെ മാസം അടുപ്പിച്ച് വരുമ്പോ റബീഉൽ അവ്വലിന്റെ അവസാനത്തിൽ വഫാത്താകുകയും റബീഉൽ ആഖിറിന്റെ തുടക്കത്തിൽ നമ്മിൽ നിന്ന് താൽക്കാലികമായി വിട പറയുകയും ചെയ്ത താജുല്ലുലമ ഉസ്താദ് അവറുകൾ വിട പറഞ്ഞപ്പോ കരയാത്ത ആലിമീങ്ങളില്ല, കരയാത്ത മഹാന്മാരില്ല, കരയാത്ത സാദാത്തുക്കളില്ല, കരയാത്ത ഉമറാക്കളില്ല, കരയാത്ത മുതഅല്ലിമീങ്ങളില്ല, നൊമ്പലപ്പെടാത്ത മുഅ്മിനീങ്ങളില്ല. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഭാഗത്ത് അടക്കാനാവാത്ത നൊമ്പലം കൊണ്ട് മനസ്സ് പെടഞ്ഞ് പൊട്ടിക്കരയുമ്പോഴും അവരെ മുന്നിലേക്ക് ഒരു ആശ്വാസമായി, ഒരു സാന്ത്വനമായി, താൽക്കാലികമായ ഒരു അഭയമായി, അത്താണിയായി അവിടുത്തെ പ്രിയപ്പെട്ട മകനാകുന്ന ഖുറത്തുസ്സാദാത്ത് തങ്ങള്. ഖുറത്തുസ്സാദാത്ത് തങ്ങളെ പ്രത്യേകത എന്താണ്? ഒരു പ്രത്യേകത ഞാൻ പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് താജുല്ലുലമ ഉപ്പാപ്പ വലിയ മന്ദിരത്തിന് ഫലമുള്ള ആളായിരുന്നു. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മഹാനായ താജുല്ലുലമ ഉസ്താദിന്റെ ഒരു ഊത്ത് കിട്ടിയാൽ ഊത്തുകൊണ്ടുള്ള പരിഹാരം അനുഭവിച്ചവരാണ് കർണാടകയിലുള്ള നമ്മളൊക്കെ. അവിടുത്തെ വലിയ പവർ അതായിരുന്നു. എങ്കിലും അവർ മന്ദിരിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു, താജുല്ലുലമ ഉസ്താദ് മന്ദിരിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവിടുത്തെ പ്രിയപ്പെട്ട പുള്ളി ഇവിടെ ഉള്ളത് കൊണ്ട്, മഹാന്മാരായ സാദാത്തുക്കൾ ഉള്ളത് കൊണ്ട് തെറ്റുകൾ തിരുത്തുമെന്ന ബോധ്യത്തോടുകൂടെ തന്നെ ഞാൻ പറയുന്നു, മഹാനായ താജുല്ലുലമ ഉസ്താദിന്റെ മുന്നിലേക്ക് രോഗികളായ പലരും പോയിട്ടുണ്ട്, വിഷമമുള്ളവർ പോയിട്ടുണ്ട്, സാമ്പത്തികമായ വിഷയം പറഞ്ഞ് പോയിട്ടുണ്ട്, ഈമാൻ സലാമത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പോയിട്ടുണ്ട്, എനിക്ക് സ്വർഗം ലഭിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മുഖറബീങ്ങൾ കരഞ്ഞപ്പോ നിനക്ക് ഞാനൊരു പണി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് റിയാള പൂർത്തിയാക്കിക്കോ നിനക്കുണ്ട് സ്വർഗമെന്ന് പറഞ്ഞിട്ട് വാഗ്ദത്തം കൊടുത്ത അനുഭവങ്ങൾ അവിടുത്തെ മുഖറബീങ്ങളും മുഹിബീങ്ങളും പറഞ്ഞത് നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള താജുല്ലുലമ ഉസ്താദ് അവറുകള് ചെറിയ പ്രയാസം വരുമ്പോ, ചെറിയ വിഷമം വരുമ്പോ, ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് വരുമ്പോ മന്ദിരിപ്പിക്കലുണ്ട്. അത് ആരുമായാണ് മന്ദിരിപ്പിക്കുന്നത്? അവിടുത്തെ പ്രിയപ്പെട്ട ബീവിയാകുന്ന മഹാനായ സയ്യിദ് മസ്ഊദ് തങ്ങളുടെ ഉമ്മാമയോടാണ്, താജുല്ലുലമ ഉസ്താദിന്റെ ഭാര്യയോടാണ്. താജുല്ലുലമ ഉസ്താദിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എട്ടിക്കുളത്തെ മഹത്തുക്കളായ മഹാന്മാരുടെ മകൾ എന്നതിന്റെ അപ്പുറം ഒരുപാട് ഖുർആനോദിയവും ഭാഗ്യം ലഭിച്ച പെണ്ണുങ്ങളാണ്. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ കർണാടകക്കാരനല്ലല്ലോ. എൻ്റെ ജന്മനാടും ഞാൻ പഠിച്ചതും നീലേശ്വരമാണ്. നീലേശ്വരത്തിൽ നിന്ന് എൻ്റെ ഉമ്മയെയും കുടുംബങ്ങളെയും കൂട്ടിയിട്ട് ഇവരെ ഉമ്മാമനെ കാണാൻ പോയിട്ടുണ്ട്. ഒരു വലിയ പ്രയാസത്തിന് പോയ സമയത്ത് അവിടുന്ന് ആ ഉമ്മാമ ഒരു പരിഹാരം പറഞ്ഞിട്ട് അത്ഭുതകരമായി പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ കറമുള്ള ഉമ്മയായിരുന്നു ആ ഉമ്മ. നാവിന് വലിയ ഫലമുള്ള ഉമ്മയായിരുന്നു താജുല്ലുലമ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ. നിങ്ങൾ വേണമെങ്കിൽ ഇന്ന് ഉച്ചിലത്തുള്ള മജീദ് ഹാജിനോട് ചോദിക്കൂ,
പാസ്പോർട്ട് കൊണ്ടുവരാൻ പറയും ഹജ്ജിന് പോകാൻ വേണ്ടി. അന്ന് മദനി ഗ്രൂപ്പിലാണ് ഹജ്ജിന് താജുൽ ഉലമ ഉസ്താദ് പോകുന്നത്. ഇതൊക്കെ പഴയ അനുഭവങ്ങളാണ്. മഹാനായ താജുൽ ഉലമ ഉസ്താദിന്റെ മുന്നിലേക്ക് അൻസാറിന്റെ ബാവ ഹാജി, അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ, അവരും മജീദ് ഹാജിയും വന്നിട്ട് പറയും പാസ്പോർട്ടിന് സമയമായി. അപ്പോഴാണ് താജുൽ ഉലമ ഉപ്പാപ്പന്റെ മറുപടി, എനിക്ക് പാസ്പോർട്ട് തരാൻ ടൈം ആയിട്ടില്ല, പാസ്പോർട്ട് തരാൻ എനിക്ക് സമയമായിട്ടില്ല. എന്താണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, അതൊരു സിഗ്നേച്ചർ ബാക്കിയുണ്ട്. അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഏത് സിഗ്നേച്ചറാണ് പാസ്പോർട്ടിന്? പാസ്പോർട്ടിന്റെ ഓഫീസിൽ പോയിട്ട് സിഗ്നേച്ചർ ഇട്ടിട്ടാണ് പാസ്പോർട്ട് കിട്ടുന്നത്, ഇൻക്വയറി നടന്നിട്ടാണ് പാസ്പോർട്ട് കിട്ടുന്നതെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന രീതിയിൽ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ നോക്കുമ്പോൾ പറയുന്നത്, എനിക്ക് ഹജ്ജിന് പോകണമെങ്കിൽ, എനിക്ക് ഉംറക്ക് പോകണമെങ്കിൽ, എനിക്ക് ഹറമിലെത്തണമെങ്കിൽ, എനിക്ക് എൻ്റെ ഉപ്പാപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ എത്തണമെങ്കിൽ ഒരാളെ പെർമിഷൻ ആവശ്യമുണ്ട്. ചോദിക്കുമ്പോൾ പറഞ്ഞു, അത് എൻ്റെ ബീവിയുടെ പെർമിഷനാണ്. ഞാൻ തമാശ പറയുന്നതല്ല, ഇതൊക്കെ അനുഭവങ്ങളാണ് പറയുന്നത്. എൻ്റെ ബീവിയുടെ പെർമിഷനാണ്. കാരണം എൻ്റെ ബീവിൻ്റെ നാവിന് അസറുണ്ടെന്ന് അവർ സ്ഥിരപ്പെടുത്തുകയാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ നിന്ന് വന്നു ഞങ്ങളെ സ്ഥാപനത്തിന്റെ നേരെ മുറ്റത്തുള്ള ഒരു ഉമറായിന്റെ വീട്ടിലേക്ക് സുലൈമാൻ ഹാജി സിംഗാരി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ചെറിയ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട അദ്ദേഹം വിശ്രമത്തിലാണ്. മഹാനായ താജുൽ ഉലമ ഉസ്താദ് വന്നു. അന്ന് ഞങ്ങളൊക്കെ ഉണ്ട്, നന്ന ക്ഷീണമുണ്ട്, നന്ന ക്ഷീണം, ശ്വാസം മുട്ടിയിട്ട് നല്ല പ്രയാസമുണ്ട്. അവിടെ നിന്ന് വന്നോടനെ പറഞ്ഞു, ഞാൻ ദ്വാരന്നിട്ട് പെട്ടെന്ന് ഇറങ്ങുകയാണ്, എനിക്കൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് ഇതിനൊരു മരുന്നെടുക്കണം, ഇതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കണം, ഇതിന് വേണ്ടുന്ന രീതിയിലുള്ള മെഡിസിൻ എടുക്കണം. അപ്പോൾ പറഞ്ഞു, കല്ലെടുക്കത്ത് ഡോക്ടർ ഉണ്ടെന്ന് പറയുമ്പോൾ, എടാ ഹംകെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, കല്ലെടുക്കത്തും മംഗലാപുരത്തൊന്നും മരുന്നെടുത്താൽ എൻ്റെ രോഗം മാറൂല, എൻ്റെ ക്ഷീണം മാറൂല, എനിക്ക് മന്ദിരം നടക്കണം, അത് എൻ്റെ ബീവിയുടെ മന്ദിരമായിരിക്കണം, എൻ്റെ ബീവിയുടെ മന്ദിരമായിരിക്കണം. അങ്ങനെയുള്ള വലിയ കറാമത്തിന്റെ ഉടമയായ ഉമ്മയായിരുന്നു മഹാനായ ഖുറത്തുസ് സാദാത്ത് ഫളൽ കോയം അൽ ബുഖാരി നബ്ബറല്ലാഹു മർഖദ. എന്തൊക്കെ ഉയർച്ച ഉണ്ടായിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നത്, അതിൻ്റെ 99% അതിൻ്റെ മുഴുവൻ പവറുകളും ആ ഉമ്മക്ക് ഉള്ളതാണ്, ആ ഉമ്മക്കുള്ളതാണ്. തങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ആ ഉമ്മയെ അത്രമാത്രം സ്നേഹം വെച്ചിട്ടുണ്ട്, അത്രമാത്രം പിരിസം വെച്ചിട്ടുണ്ട്. അവർക്ക് ആഫിയത്ത് കുറഞ്ഞ സമയത്ത് നമ്മൾ പറയുന്ന ഖുറത്തുസ് സാദാത്ത് തങ്ങൾ സമ്മേളന വേദികളിൽ വരാതെ, ഒരു മഹലിന്റെ നേതൃത്വം ഏറ്റെടുക്കാതെ, ഒരു പരിപാടിക്ക് പോകാതെ, രാവും പകലും മഹാനായ എൻ്റെ ബാപ്പയായ താജുൽ ഉലമ ഉസ്താദ് ബഹുമാനത്തോടെ ആദരവോടെ കണ്ട കറാമത്തിന്റെ ഉടമയായ സാദാത്തുക്കളുടെ പ്രിയപ്പെട്ട മകളാകുന്ന ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖിദ്മത്തിലായി രാവും പകലും നിന്നതാണ്. ആ പ്രിയപ്പെട്ട ഉമ്മ സന്തോഷത്തോടെ പൊരുത്തത്തോടെ ചുംബിച്ചിട്ട്, എൻ്റെ മോനെ നിനക്ക് ഉയർച്ചയുണ്ടെന്ന് പറഞ്ഞതാണ്. ആ ഉയർച്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത്. മൂന്നാമത്തെ ദിവസം ഖുറത്തുസ് സാദാത്തിന്റെ വഫാത്തിന്റെ മൂന്നാമത്തെ ദിവസം കുമ്പോല് ആറ്റക്കോയ തങ്ങൾ അവിടെ എട്ടിക്കുളത്ത് നേതൃത്വം നൽകിയത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. മഹാനായ ഖുറത്തുസ് സാദാത്ത് തങ്ങൾ പറഞ്ഞത് എന്താണ്, ഉമ്മയുടെ ഖിദ്മത്ത് ചെയ്ത് ഉമ്മയുടെ വഫാത്തിന് പിന്നെയാണ് പൊന്തിയത് എന്നാണ് പറഞ്ഞത്, ഉയർന്നത് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ലോകത്തിൽ താജുൽ ഉലമ ഉസ്താദ് വലിയ മഹത്വമായി, പവറായി, മുസ്തജാബു ദഅവത്തായി കണ്ട ആ ഉമ്മയുടെ 100% പൊരുത്തമുള്ള ഒരാളെ ഇന്ന് ലോകത്തിലുള്ളൂ. അതാണ് മഹാനായ ഖുറത്തുസ് സാദാത്ത് അസ്സയ്യിദ് ഫളൽ കോയമ്മ അൽ ബുഖാരി നബ്ബറല്ലാഹു മർഖദ. ഒരു വിഷയം അതാണ്. രണ്ടാമത്തത് പ്രിയപ്പെട്ട ബാപ്പ താജുൽ ഉലമ ഉസ്താദ് ഉമ്മയെ കൂടുതലായി പരിചയമില്ലാത്തത് കൊണ്ടാണ് പരിചയപ്പെടുത്തിയത്. താജുൽ ഉലമ ഉസ്താദിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ലല്ലോ, നമ്മൾ അറിയിക്കേണ്ടതില്ലല്ലോ, അവിടുത്തെ കറമകളും അവിടുത്തെ ബഹുമാനങ്ങളും പറയേണ്ടതില്ലല്ലോ. എത്രയാണ് പറയാനുള്ളത് എന്ന് ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. ആ താജുൽ ഉലമ ഉസ്താദ് പറഞ്ഞത്, എൻ്റെ പൂർണ്ണമായി പൊരുത്തം എൻ്റെ മകനാകുന്ന കോയമ്മക്ക് ഉണ്ട്. എന്നെ ചിലപ്പോൾ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും കോയമ്മയെ
ജാഗ്രതയാക്കണം എന്നതാണ് ഉപ്പാപ്പയായ താജുൽ ഉലമ ഉസ്താദ് പറഞ്ഞത്. കാണാൻ സിമ്പിളാണ്, കാണാൻ ചിലപ്പോൾ നമ്മുടെ കണ്ണുകളിൽ ഹൈബത്തുകളില്ല, നമ്മുടെ കണ്ണുകളിൽ അവിടുത്തെ ഡ്രസ്സ് കാണുമ്പോൾ, അവിടുത്തെ സംസാരം കാണുമ്പോൾ, അവിടുത്തെ ഇടപാട് കാണുമ്പോൾ, അവിടുത്തെ പെരുമാറ്റം കാണുമ്പോൾ, അവിടുത്തെ സംസാരം കാണുമ്പോൾ, അവിടുത്തെ നടത്തം കാണുമ്പോൾ കാണുന്നില്ലെങ്കിലും അത് വലിയ തീയായ രീതിയിൽ നിന്നതാണ്. അതിന് കാരണം എന്താണ്? ഒന്ന് ഈ ഉമ്മയുടെ പൊരുത്തമാണ്, രണ്ട് ബാപ്പയായ താജുൽ ഉലമ ഉസ്താദിന്റെ പൊരുത്തമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സംഘടനാ പ്രവർത്തകരെ, നമ്മുടെ മുന്നിലേക്കുള്ള ഏറ്റവും വലിയ വിഷയം ലോകത്തിലെ ആത്മീയ നേതൃത്വമായ താജുൽ ഉലമ ഉസ്താദിന്റെ പൂർണ്ണമായ പൊരുത്തം സമ്പാദിക്കാനും അവിടെ ബഹുമാനിച്ച ബീവിയുടെ പൊരുത്തം സമ്പാദിക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ ബറക്കത്തുള്ള അടയാളമാണ്. അവിടുന്ന് ആ രൂപത്തിൽ തന്നെ പോറ്റിയതാണ് മഹാനായ ഖുറത്തുസ് സാദാത്ത് തങ്ങള്. ഞാൻ ഉള്ളാളത്ത് ജനാസ വരുമ്പോ അവിടുന്ന് ഒന്നാമത്തെ സഫിൽ തിരക്ക് കൂട്ടി നിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അപ്പോഴാണ് എൻ്റെ അടുത്തിരിക്കുന്ന ഒരാള്, ഒരു ഉസ്മാൻ മദനി എന്ന് പറയുന്ന ഹജ്ജിനും ഉംറക്കും കൊണ്ടുപോകുന്ന ആളാണെന്ന് തോന്നുന്നു. അയാൾ എന്നോട് ചോദിച്ചു, ഖുറത്ത് തങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് അറിയാം. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ 5 കൊല്ലം ശരീക്കായ ആളാണ്. ഉള്ളാളത്ത് 5 കൊല്ലം ഒന്നിച്ച് ഒരേ റൂമിൽ കിടന്ന് ഒരേ വിരിപ്പിൽ ഒരേ ഭക്ഷണത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഒന്നിച്ച് പഠിച്ച ആളാണ്. അപ്പോൾ എന്നിട്ട് ഉസ്മാൻ മദനി ഉസ്താദ് ജനാസ വരുന്നതിന്റെ ഒരു 10 മിനിറ്റ് അദ്ദേഹം ഒരുപാട് ബഹുമാനങ്ങൾ പറഞ്ഞു. അതൊന്നും പറയാൻ സമയമില്ല. അതിലൊന്ന് പറഞ്ഞത് മഹാനായ കോയമ്മത്തങ്ങൾ, അന്നങ്ങനെയാണ് പേര് പറയുന്നത്. കോയമ്മത്തങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹം ക്ലാസ്സിൽ വരും. ക്ലാസ് കഴിഞ്ഞാൽ ഈ മുത്തഅല്ലിമീങ്ങളോട് ചോദിച്ചാൽ അറിയാം, ഞാൻ എൻ്റെ അനുഭവം പറയാണ്. ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു 10 മിനിറ്റ് അത് സ്വർഗത്തിൽ കടന്ന പോലെയാണ്. അപ്പോഴാണ് ഒരു റെസ്റ്റ്, ഒരു റൂമിലേക്ക് പോകുന്ന, ഒരു ഇരിക്കുന്ന കുറച്ചു നേരം ഒരു ഫ്രീഡം കിട്ടുന്നത് അപ്പോഴാണ്. ആ ഒരു 10 മിനിറ്റിന്റെ ഒരു റാഹത്ത് വേറെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. എങ്കിൽ അങ്ങനെയുള്ള ഒരു 10 മിനിറ്റ് യൂസ് ആക്കാൻ ഏത് മുത്തഅല്ലിമും ആശ വെക്കും, ഏത് മുത്തഅല്ലിമും കൊതിക്കും. ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഉള്ളാളത്തു നിന്ന് ക്ലാസ് കഴിഞ്ഞ് റൂമിലേക്ക് വരും. പക്ഷെ കോയമ്മനെ കാണൂല. വൈകുന്നേരം അസർ കഴിഞ്ഞിട്ട് മാസ്തിക്കട്ടയിലേക്കും അവിടെയുള്ള സർക്കിളിലേക്കും അവിടെയുള്ള അതുപോലെ മുക്കച്ചേരിയിലേക്കും പരിസരങ്ങളിലേക്കും ചിലപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് നടക്കും. അപ്പോഴും കോയമ്മ തങ്ങളെ കാണൂല. പലപ്പോഴും താഴെക്കോട് ഉസ്താദിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് കോയമ്മ തങ്ങൾ. പക്ഷേ പലപ്പോഴും ഭക്ഷണത്തിനും കാണാറില്ല. എവിടെ പോയി കോയമ്മ തങ്ങൾ? പനി പിടിച്ചോ, തലവേദനയായോ, രോഗമായോ, കിടന്നിട്ടുണ്ടോ, ഉറങ്ങിപ്പോയോ എന്ന രീതിയിൽ ഞങ്ങൾ ഇടയിൽ വന്നു നോക്കുമ്പോ മുതഅല്ലിമായ, വേണ്ടതുപോലെ താടി മുളക്കാത്ത, വേണ്ടതുപോലെ മീശ മുളക്കാത്ത ആ ചെറുപ്പക്കാരനായ കോയമ്മ തങ്ങളെ ഞങ്ങൾ പരുതി അന്വേഷിച്ച് അവസാനം എത്തുന്നത് ഉള്ളാളത്തെ പള്ളിയുടെ ഉള്ളിന്റെ ഭാഗത്താണ്. മിമ്പറിന്റെ ഇപ്പുറത്തിരുന്നിട്ട് നീണ്ട സമയം ഖുർആൻ ഓതുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നീണ്ട സമയത്ത് ഖുർആൻ ഓതുന്നത് കണ്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, മഹാനായ ഖുറത്തുസ് സാദാത്ത് തങ്ങൾ വലിയ ആലിമായിരുന്നു. ശരീഅത്ത് കോളേജിൽ താജുൽ ഉലമ ഉസ്താദിന്റെ ശിഷ്യനായി പഠനം നടത്തി ശേഷം അവിടെ നിന്ന് ഫാരിഗായി മഹാനായ താജുൽ ഉലമ ഉസ്താദ് പറഞ്ഞു, ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന്. എൻ്റെ അറിവ് പ്രകാരം 1-2 വർഷം അവിടെ നിന്നു. നിൽക്കുന്ന സമയത്ത് പലർക്കും പല വിഷമങ്ങൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ആ രൂപത്തിലൊക്കെ വരുമ്പോ താജുൽ ഉലമ ഉസ്താദിന്റെ മുന്നിലേക്ക് ഒരു നൂച്ചറുമായി ഒരു കുപ്പി വെള്ളവുമായി പോകണമെന്നുണ്ട്. പക്ഷെ അവിടുത്തെ മുഖം ഇങ്ങനെ നോക്കുമ്പോ പേടിയാണ്, പോകാൻ വേണ്ടിയിട്ട് ധൈര്യം കിട്ടുന്നില്ല. താജുൽ ഉലമ ഉസ്താദിന്റെ അടുത്ത് പോകാൻ ധൈര്യം കിട്ടുന്നില്ല. അവിടെ നിന്ന് എന്ത് ചെയ്ത് എല്ലാവരും മടങ്ങി. അപ്പോഴാണ് അവരെ മനസ്സിലേക്ക് വന്നത്, എന്റെ രോഗം മാറാൻ, എന്റെ പ്രയാസം മാറാൻ താജുൽ ഉലമ ഉപ്പാപ്പന്റെ മുന്നിൽ എനിക്ക് ധൈര്യമില്ലെങ്കിലും അവിടുത്തെ പ്രിയപ്പെട്ട മകനാകുന്ന കോയമ്മ തങ്ങളുണ്ടല്ലോ. ഇന്ന് ഓലമുണ്ട് ഉസ്താദ് അടിവരയിട്ട് പറഞ്ഞു, ഖുറത്ത് സാദാത്ത് തങ്ങൾ നമ്മിൽ നിന്ന് അസ്തമിച്ചെങ്കിലും അവിടുത്തെ പിൻഗാമിയായി സയ്യിദ് മസ്ഊദ് അബ്ദുറഹ്മാൻ മസ്ഊദ് തങ്ങൾ ഉണ്ട് എന്നത് നമുക്ക് വലിയ ആശ്വാസമാണല്ലോ. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാരായ അന്നത്തെ ആലിമീങ്ങളും അവിടെയുള്ള മുതഅല്ലിമീങ്ങളും മുഅ്മിനീങ്ങളൊക്കെ പിന്നെ മന്ത്രിക്കാനും മറ്റ് ആവശ്യങ്ങൾക്ക് കോയമ്മ തങ്ങളാകുന്ന അന്നത്തെ ബാല്യക്കാരനാകുന്ന ആ തങ്ങളുടെ മുന്നിലേക്ക് പോയപ്പോ മഹാനായ തങ്ങളവറുകൾ തങ്ങളുപ്പാപ്പയുടെ അന്നത്തെ സ്വഭാവം
വല്ലാത്തൊരു സ്വഭാവമായിരുന്നു, ഒതുങ്ങിക്കൂടുന്ന പ്രകൃതിയായിരുന്നു. ഇവിടെ മഹല്ലിൽ ഖാദിയായിട്ടുണ്ട്, ഇവിടെ മുഅ്മിനീങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് കണ്ട ഖുറത്തു സാദാത്തല്ല, വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അവിടുത്തെ പ്രകൃതി അങ്ങനെ ആയിരുന്നില്ല. പിന്നെ ദീനിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമായ ഒരു കാലം വന്നപ്പോ ഹിറാ ഗുഹയിൽ ആരും കാണാതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ സമയമാകുമ്പോൾ പുറത്തിൽ നിന്ന് വന്നതുപോലെയാണ് പെട്ടെന്ന് പുറത്തേക്ക് വന്നത്. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ അന്നത്തെ അവസ്ഥയിൽ എനിക്ക് ആരും വേണ്ട, എനിക്ക് ലോകത്തിനോട് താല്പര്യമില്ല, ദുനിയാവിനോട് താല്പര്യമില്ല, ആൾക്കൂട്ടങ്ങളോട് താല്പര്യമില്ല. ഖുറത്തു സാദാത്ത് തങ്ങളുടെ വിഷയം അങ്ങനെയാണ്. എനിക്ക് പ്രസംഗിക്കുമ്പോൾ ആൾക്കാരെണ്ണം കൂടുതൽ പ്രസംഗിക്കും, ആൾ കുറഞ്ഞെങ്കിൽ പ്രസംഗം കുറയും. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളെ ഒരാളുണ്ടെങ്കിൽ 1 മണിക്കൂർ ഉതുക, 1000 ആളുണ്ടെങ്കിൽ 1 മണിക്കൂർ ഉതുക. തങ്ങളുടെ വിഷയം അങ്ങനെയാണ്. ആൾക്കൂട്ടങ്ങളെ വിഷയങ്ങളെ അല്ല, ആൾക്കൂട്ടങ്ങളോടൊന്നും അങ്ങനെ താല്പര്യങ്ങളെ ഇല്ല. വന്നാൽ സ്വാഗതം പറഞ്ഞാലും വിഷയമില്ല, നന്ദി പറഞ്ഞാലും വിഷയമില്ല, പറഞ്ഞിട്ടില്ലെങ്കിൽ വിഷയമില്ല, ഷാൾ ഇട്ടാലും വിഷയമില്ല, ഇട്ടിലും വിഷയമില്ല. എപ്പോഴെങ്കിലും ഷാൾ ഇടുമ്പോൾ നമ്മളിങ്ങനെ അറ്റൻഷനായിട്ട് സ്റ്റാൻഡർഡൈസ് ആയിട്ട് നിൽക്കും. ഇന്ന് വരെ ഒരു ഷാൾ ഇടുമ്പോൾ ഒരു അറ്റൻഷനായി നിൽക്കുന്ന ഖുറത്ത് തങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ മെല്ലെ തലചൊറിയുന്ന കാണും. ഈ പണ്ടാരൊക്കെ നിന്ന് പോട്ട് എന്നുള്ള രൂപത്തിലാണ് ആ തലചൊറിയലിന്റെ മായന എന്ന് ബസീറത്തിന്റെ കണ്ണുകൊണ്ട് അർത്ഥം വെച്ച പലരുമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അവസാനമായി ഒറ്റ വാക്ക് പറയുന്നു. മഹാനായ സയ്യിദുന ഖുറത്തു സാദാത്ത് തങ്ങൾ ഉസ്താദ് അവറുകൾ ആ ഉള്ളാളത്തു നിന്ന് തൽക്കാലം ഞാൻ മാറി നിൽക്കുകയാണ്, എനിക്ക് ഈ ജനക്കൂട്ടം എന്നെ ബുദ്ധിമുട്ടാക്കുന്നു. അവിടുന്ന് ബാപ്പനോട് പറയാൻ ഭയം തോന്നിയപ്പോ ഞാൻ ചുരുക്കി പറയുകയാണ്. മഹാനായ കുമ്പോല് തങ്ങന്മാരെ മുന്നിലേക്ക് പോകുന്നു. കുമ്പോല് തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പെങ്ങളുടെ ഭർത്താവാണല്ലോ, ആറ്റുകോയ തങ്ങൾ. അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവിടത്തേക്ക് പോയിട്ട് പറയുന്നു, ഇനി തൽക്കാലം എനിക്ക് ഉള്ളാളത്തു നിന്ന് മാറി നിൽക്കണം. എന്താണെന്ന് അന്നത്തെ കുമ്പോല് സാദാത്തുക്കളും അവിടെ ഉള്ളവരും ചോദിച്ചിട്ടില്ല. അവര് ആ മുഖം നോക്കി മനസ്സിലാക്കുകയാണ്. മഹാന്മാരായ കുമ്പോല് സാദാത്തുക്കളും അവിടെയുള്ള മഹാന്മാരും പറഞ്ഞു, കോയമ്മത്തങ്ങൾ ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല, അദ്ദേഹം ഒതുങ്ങി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളോട്, അല്ലെങ്കിൽ അന്നത്തെ കോയമ്മ തങ്ങളോട് മഹാന്മാരായ കുമ്പോൽ സാദാത്തുക്കൾ പറഞ്ഞു. പ്രത്യേകിച്ച് മഹാനായ കുഞ്ഞിക്കോയ തങ്ങൾ വലിയ മഹാനല്ലേ, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. നാവിന് സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ വലിയ തൗഫീറുണ്ടെന്നാണ് അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത്. അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. മഹാനായ കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു, കോയമ്മ തങ്ങളെ എവിടെയും അയക്കേണ്ടതില്ല, അയാളെ മനസ്സും അയാളെ മുഖവും എനിക്ക് കാണാം. അതുകൊണ്ട് കോയമ്മ തങ്ങളെ അയക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ട്. എവിടെയാണെന്ന് എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടുകൂടെ നോക്കുമ്പോ, കാരണം പല മഹല്ലുകളിൽ നിന്നും വിളി വരികയാണ്. കാജൂർ അടക്കമുള്ള അന്നത്തെ വലിയ അറിയപ്പെട്ട മഹല്ലിൽ നിന്നും വിളി വരികയാണ്. ഉള്ളാളത്തു നിന്ന് കോയമ്മത്തങ്ങൾ മാറിയാൽ ഞങ്ങളെ മഹല്ലിലേക്ക് വരണം എന്ന് പല മഹല്ല് കമ്മിറ്റിക്കാരും മീറ്റിംഗ് കൂടി തീരുമാനിക്കുകയാണ്. അന്ന് തന്നെ കോയമ്മത്തങ്ങളെ മഹത്വം അവരറിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് ഒരു മഹല്ലിന്റെയും ഖാദി ആയിട്ടില്ല, അന്ന് ഒരു സമ്മേളന വേദിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, അന്ന് ഒരു വീട്ടിലേക്കും പോകുന്ന പ്രകൃതിയില്ലായിരുന്നു. മഹാനായ ഖുറത്തു സാദാ കോയമ്മ തങ്ങളോട് കുഞ്ഞിക്കോയ തങ്ങൾ അടക്കമുള്ള മഹാന്മാര് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ ഒരു നാടുണ്ട്, ആ നാട്ടിൽ പോയി നിങ്ങൾ നിന്നാൽ മതി. എവിടെയാണെന്ന് എല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടെ നോക്കി നിൽക്കുമ്പോൾ മഹാന്മാരായ കുമ്പോല് സാദാത്തുക്കളിൽപ്പെട്ട പ്രഗത്ഭരായ സാദാത്തുക്കൾ പറഞ്ഞു, മഹാനായ ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കരിൽ മടവൂരി, ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കരിൽ മടവൂരി, മഹാനായ ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കരിൽ മടവൂരി വന്ന് താമസിക്കുന്ന ഒരു സ്ഥലം ഉണ്ട്.
ഒരു നാട് ഉണ്ട്. അവിടെ മഹാനായ CM വലിയുള്ള വന്നിട്ട് പോകുന്ന ആളല്ല. ചില സമയത്ത് ദിവസങ്ങളോളം അവിടെ താമസിക്കും. പാതിരാ സമയത്ത് ഇങ്ങനെ കരയുന്നത് കേട്ടിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലം ഉണ്ട്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. മടവൂര് ശൈഖ് വന്ന് കരഞ്ഞിരുന്ന് താമസിച്ച സ്ഥലം എവിടെയാണ്? ഉടനെ മഹാന്മാരായ സാദാത്തുക്കൾ പറഞ്ഞു, കോയമ്മത്തങ്ങൾ മുന്നിലുണ്ട്. മഹാനായ വലിയുല്ലാഹി വടകര മമ്മദാജി തങ്ങള്, വലിയുല്ലാഹി വടകര മമ്മദാജി തങ്ങൾ വന്ന സ്ഥലം ഉണ്ട്. ആ വലിയുല്ലാഹി വടകര മമ്മദാജി തങ്ങൾ വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ട്. ആ സ്ഥലത്ത് ആ ഒരു നാടുണ്ട്. ആ നാട്ടിലേക്കാണ് കോയമ്മത്തങ്ങൾ അയക്കേണ്ടത്. ഉടനെ മഹാന്മാരായ സാദാത്തുക്കൾ പറഞ്ഞു, കലന്തർ ബാബ ജാവക്കല്ല് വലിയുള്ള, ആ ജാവക്കല്ല് വലിയുള്ള വന്ന് കിടന്ന് താമസിക്കുന്ന ഒരു നാടുണ്ട്. ആ നാട്ടിലേക്ക് കോയമ്മത്തങ്ങൾ അയക്കണം. എന്നിട്ട് മഹാനായ കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു, എൻ്റെ ബാപ്പ കുമ്പോൽ ഫളൽ തങ്ങള്, എൻ്റെ ഉപ്പാപ്പമാരായ പൂക്കോയ തങ്ങള്, അവരൊക്കെ വലിയ കറാമത്തിന്റെ മഹാന്മാരാണ്. നമ്മളിത് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് നിർത്തട്ടെ. മഹാന്മാരായ കുമ്പോൽ കറാമത്തിന്റെ സാഹിബീങ്ങളായ വലിയ വലിയ മഹാന്മാരായ സാദാത്തുക്കള്, ആ സാദാത്തുക്കള് കിടക്കുന്ന വന്ന് താമസിച്ച് അവിടുന്ന് പല ദിവസവും പാർത്ത സ്ഥലമുണ്ട്. അവിടെ കോയമ്മത്തങ്ങൾ അയക്കാം. ഒരു ഭാഗത്ത് കണ്ണിയത്ത് ഉസ്താദ് വന്നിട്ടുണ്ട്, ഒരു ഭാഗത്ത് ശംസുൽ ഉസ്താദ് വന്നിട്ടുണ്ട്, ഒരു ഭാഗത്ത് താജുൽ ഉസ്താദ് വന്നിട്ടുണ്ട്, ഒരു ഭാഗത്ത് അങ്ങനെയുള്ള ഒരുപാട് മഹത്തുക്കൾ വന്നിട്ടുണ്ട്. ആ നാട്ടിലേക്ക് കോയമ്മത്തങ്ങൾ അയക്കാമെന്ന് പറയുകയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കറിൽ മടവൂരി വന്ന ഒരു സ്ഥലം ഏതാണ്? വലിയുല്ലാഹി വടകര മമ്മദാജി തങ്ങൾ വന്ന സ്ഥലം എവിടെയാണ്? ജാവക്കല്ല് വലിയുള്ള വന്ന സ്ഥലം എവിടെയാണ്? മഹാന്മാരായ കുമ്പോൽ സാദാത്തുക്കളുടെ ബാപ്പമാരും ഉപ്പാപ്പമാരും വന്ന സ്ഥലം എവിടെയാണ്? വലിയ വലിയ താജുൽ ഉലമ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ വന്ന സ്ഥലം എവിടെയാണെന്ന് ചിന്തിക്കുമ്പോ മഹാന്മാരായ സാദാത്തുക്കൾ കോയമ്മത്തങ്ങളോട് പറഞ്ഞു, അവിടെ തന്നെ അയക്കണം. കാരണം കോയമ്മക്ക് വല്ലാത്ത ദാഹമുണ്ട്, വല്ലാത്ത വിശപ്പുണ്ട്, വല്ലാത്ത പൈപ്പുണ്ട്, വല്ലാത്ത ദാഹവും വിശപ്പുമുണ്ടെന്ന് പറഞ്ഞു. ആർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. മഹാനായ കോയമ്മത്തങ്ങളോട് പറഞ്ഞു, മടവൂര് വന്ന സ്ഥലം, ജാവക്കല്ല് വലിയുള്ള വന്ന സ്ഥലം, വടകര വലിയുള്ള വന്ന സ്ഥലം, ഈ പറയപ്പെട്ട മഹാന്മാര് വന്ന് പാർത്ത സ്ഥലം, അത് സുബ്രഹ്മണ്യ റൂട്ടിലുള്ള കൂറത്ത് എന്ന് പറയുന്ന പ്രദേശമാണ്. അത് പുത്തൂരിൽ നിന്ന് സുബ്രഹ്മണ്യ റൂട്ടിലുള്ള കൂറത്ത് എന്ന് പറയുന്ന നാടാണെന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുണ്ടാകും. കുമ്പോല് തങ്ങളെ മകന്റെ പ്രസംഗങ്ങൾ CM വലിയുള്ളാഹി ഒരു പ്രാവശ്യം കൂറത്ത് വന്നിട്ട് 3 ദിവസം താമസിച്ചു. 3-ാമത്തെ ദിവസം അവിടെ നിന്ന് പോകുമ്പോ പറഞ്ഞു, ഈ മണ്ണില്ലേ, ഈ മണ്ണിന് ശിഫയുണ്ട്. ഇവിടെയുള്ള വെള്ളമില്ലേ, ഈ വെള്ളത്തിന് ശിഫയുണ്ട്. ഇവിടെ ഒരാൾ വരാനുണ്ടെന്ന് മഹാനായ ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കറിൽ മടവൂരി പറഞ്ഞു എന്ന് കുമ്പോല് സാദാത്ത് തങ്ങന്മാര് സാക്ഷ്യപ്പെടുത്തുകയാണ്. തങ്ങന്മാരെ സാക്ഷ്യപ്പെടുത്തലാണ് നമ്മുടെ ഏറ്റവും വലിയ സനത്. ആലിമീങ്ങളെ സാക്ഷ്യപ്പെടുത്തലാണ് ഏറ്റവും വലിയ സനത്. ഞാൻ ചുരുക്കട്ടെ, മഹാന്മാരായ ആലിമീങ്ങളും സാദാത്തുക്കളും ആശീർവദിച്ചപ്പോ ഖുറത്തു സാദാത്ത് തങ്ങൾ കോയമ്മത്തങ്ങൾ കൂറത്തേക്ക് പോവുകയാണ്. അവിടെ എത്തി നോക്കുമ്പോ ആർക്കും വല്ലാത്ത പേടിപ്പെടുത്തുന്ന സ്ഥലം. പകല് പോലും അവിടത്തേക്ക് ഒരു മനുഷ്യൻ കടക്കൂല. പകല് പോലും ഒരു മനുഷ്യന് പോകാൻ ധൈര്യമില്ല. വിട്ല ടൗണ് പോലെയല്ല, നമ്മുടെ ഈ ഭാഗം പോലെയൊന്നുമല്ല. ഉള്ളുള്ള സ്ഥലം, കുറുക്കന്മാരുടെ ശബ്ദങ്ങള്, ജീവികളുടെ ശബ്ദങ്ങള്, വല്ലാത്ത ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങള്. കൊണ്ടുപോയ ആൾക്ക് എന്ത് ചെയ്തു? മാനസികമായി ചെറിയ പ്രയാസം വന്നു. കാരണം കോയമ്മത്തങ്ങൾ കുറത്തങ്ങൾ ചെറിയ രീതിയിലുള്ള ശാരീരികമായ ചെറിയ വിഷമമുണ്ടായിരുന്നു. കൈയിന്റെ വിരലിനൊക്കെ ചെറിയ പ്രയാസമുണ്ടായിരുന്നു. നമ്മുടെ കൈ പോലെയല്ല കൂറത്തു സാദാത്ത് തങ്ങളെ കൈ. അവിടുത്തെ
വിരലുകൾ നമ്മുടെ വിരൽ പോലെയല്ല. അവിടുത്തെ വിരല് ഒന്നാമത് പ്രകൃതിപരമായി കുറച്ച് തടിയുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതിനേക്കാളും തടി വന്നത് ഖുർആനിന്റെ പേജുകൾ മറിച്ചു 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 മറിച്ച് ദലായിൽ ഖൈറാത്തിന്റെ ഓരോരോ വരികൾ മറിച്ചു മറിച്ചിട്ടാണ് അവിടുത്തെ ആ വിരലിന് പ്രത്യേകമായ കനമുണ്ടായത്. മഹാനായ ഖുറത്തുസ് സാദാത്ത് തങ്ങളെ താജുൽ ഉലമ ഉസ്താദ് തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ മകന് കോയമ്മക്ക് ആ രോഗം വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഉസ്താദാകുന്ന റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ കൂടെ എൻ്റെ മകനെ ഞാൻ ഹജ്ജിന് അയച്ചു. റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ കൂടെ. ഇതൊക്കെ കുടുംബങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. താജുൽ ഉലമ ഉപ്പാപ്പ പറഞ്ഞ വാക്കിന് ഓർമ്മയുണ്ട്. എൻ്റെ മകന് ശരീരത്തിൽ ചെറിയ പ്രയാസം വന്നപ്പോ ഡോക്ടർമാർ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് നൽകാതിരിക്കുമ്പോ ഞാൻ എന്ത് ചെയ്തു? കറാമത്തിന്റെ ഉടമയായ എൻ്റെ ഉസ്താദാകുന്ന റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ കൂടെ എൻ്റെ മകനെ ഹജ്ജിന് അയച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മോനെ അയക്കുന്നത് ഇവിടുത്തെ രോഗം ശിഫയാവാനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് വന്നപ്പോൾ ഏകദേശം 75% ആ രോഗം ശിഫയായി. പിന്നെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ മകനാകുന്ന കോയമ്മനെ ബഗ്ദാദിലേക്ക് അയച്ചു, ഗൗസുൽ ആലം തങ്ങളിലേക്ക് അയച്ചു. അങ്ങനെയാണ് ആ രോഗം പൂർണ്ണമായി ശിഫയാകുന്നതെന്ന് മഹാന്മാർ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മഹാനായ ഖുറത്ത് വന്നത്തെ കോയപ്പൻ നിങ്ങളെ കൊണ്ടുവന്നപ്പോ കൂടെയുള്ളവര് എല്ലാം ശരിയാണ്. കൊമ്പോല് കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മടവൂര് വന്ന സ്ഥലമാണ്, ഇവിടെ വലിയുള്ളാഹി വടകര തങ്ങൾ വന്ന സ്ഥലമാണ്, ഇവിടെ ജാവക്കല്ല് വന്ന സ്ഥലമാണ്, ഇവിടെ കുമ്പോല് തങ്ങന്മാരെ ബാപ്പയും ഉപ്പാപ്പമാരും വന്ന സ്ഥലമാണ്, താജുൽ ഉലമയും ശംസുൽ ഉലമയും ആലിമീങ്ങളൊക്കെ വന്ന സ്ഥലമാണ്. പക്ഷെ ഈ കുഗ്രാമത്തില്, ഈ കാടിന്റെ ഉള്ളില് ആരുമില്ലാത്ത ഈ സ്ഥലത്ത് കോയമ്മനെ എങ്ങനെയാണ് ആക്കുന്നത്? എങ്കിലും അവിടെ നിന്ന് തൽക്കാലം പറ്റൂല എന്ന രീതിയിൽ അവിടെ നിന്ന് പറിച്ചിട്ട് മാറ്റിയിട്ട് കൊണ്ടുവരാനൊരുങ്ങുമ്പോ ഒന്ന് ചോദിച്ചേക്കാം എന്ന് പറയുമ്പോ കോയമ്മ തങ്ങളോട് ചോദിച്ചു, ബേജാറാവണ്ട, വന്നതിലൊന്നും വിഷമിക്കേണ്ടതില്ല, ഇവിടെ നിങ്ങൾക്ക് പറ്റൂലെന്ന് പറയുമ്പോ മഹാനായ കോയമ്മ തങ്ങൾ പറഞ്ഞത്, സാദാത്തുക്കൾ പറഞ്ഞില്ലേ എനിക്ക് ദാഹമുണ്ടെന്ന്, എനിക്ക് വിശപ്പുണ്ടെന്ന്, എൻ്റെ ദാഹം തീരാ ഞാൻ മനസ്സിൽ താലോലിച്ച് സ്വപ്നം കണ്ട സ്ഥലം ഈ സ്ഥലമാണ്. എൻ്റെ വിശപ്പ് തീരാൻ ഞാൻ ആഗ്രഹിച്ച് കാലങ്ങളായി കാത്തിരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടുന്ന് എന്നെ പറിച്ചു നടണ്ട, ഇവിടുന്ന് പറിച്ചു നടാൻ ആരെയും ഞാൻ അനുവദിക്കൂല. അതുകൊണ്ടാണ് എട്ടിക്കുളത്ത് വഫാത്തായിട്ടും പിന്നെയും കുറത്തേക്ക് അവിടെ നിന്ന് എത്തിയത്. കേരളത്തിൽ വഫാത്തായിട്ട് പിന്നെയും കേരളത്തിലെ എട്ടിക്കുളത്ത് കിടക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല, അവിടെയാണ് ശരീഅത്ത് കോളേജും ദർസും ദീനിന്റെ സംരംഭങ്ങളും നോളേജ് സിറ്റി അടക്കമുള്ള സംരംഭങ്ങളും ഇവിടെ വരാനുള്ളത്. അതൊക്കെ മറന്നുകൊണ്ട് പറയാനുള്ള കാരണം എന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ആരും ഇവിടെ നിന്ന് പറിച്ചു നടാൻ നോക്കേണ്ടതില്ല. അവിടെ നിന്നു എന്നിട്ട് അവിടെയുള്ള ഒരു ചെറ്റക്കുടില പോലെയുള്ള പള്ളിയുടെ ഉള്ളിലിരിക്കുകയാണ്. ആ ഇരിക്കുമ്പോ അവിടെ മഹാനായ ഖുറത്ത്, ഞാൻ ഈ വിഷയം പറഞ്ഞു നിർത്തുകയാണ്, മാപ്പാക്കണം തങ്ങളോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് മഹാനായ ഖുറത്ത് സാദാത്ത് തങ്ങൾക്ക് അന്ന് അവിടെയുള്ള ആ ചെറിയ ചെറ്റക്കുടിലുള്ള പള്ളിയിൽ ഒരു പ്രേമസഖി ഉണ്ടായിരുന്നു, ഒരു പ്രിയ സഖി ഉണ്ടായിരുന്നു, ഒരു കാമുക ഉണ്ടായിരുന്നു. അല്ലാഹു നമ്മുടെ വാക്കുകളിൽ വരുന്ന അദബുകേടുകളൊക്കെ പടച്ചറപ്പ് നമുക്ക് മാറ്റിത്തരുമാറാവട്ടെ. ഞാൻ പറയുകയാണ്, അവിടെ ഒരു കാമുകി ഉണ്ടായിരുന്നു, ഒരു പ്രാണസഖി ഉണ്ടായിരുന്നു. ആ കാമുകിയുമായിട്ട് ഒരു ദിവസമല്ല സല്ലപിച്ചത്, ആ കാമുകിയുമായിട്ട് ഒരു മാസമല്ല സല്ലപിച്ചത്, ആ കാമുകിയുമായിട്ട് ആ പ്രേമത്തിന്റെ വാചകമായ ആ കാമുകിയായിട്ട് ഒരു വർഷമല്ല. എൻ്റെ അറിവ് പ്രകാരം 1988 മുതൽ പിന്നെ 2000 ചുല്ലാനം വരെ 10-15 വർഷം രാവും പകലും ഒരു മഹല്ലിലും പോകാതെ, ഒരു നിക്കാഹിന്റെ കാർമ്മികത്വവും വഹിക്കാതെ, ഒരു സമ്മേളന വേദിയിൽ പ്രത്യക്ഷപ്പെടാതെ, ഒരിടത്തും കുറ്റിയിടാതെ, ഒരു പഞ്ചായത്തികക്കും പോകാതെ, ഒരു ഖലായിനും നിൽക്കാതെ വർഷങ്ങളോളം 10-15 വർഷം അവിടെ ഒരു കാമുകിയുമായി സല്ലപിച്ചിട്ടുണ്ട്. അവിടെ ഒരു പ്രിയപ്പെട്ട പ്രിയ സഖിയുമായി സല്ലപിച്ചിട്ടുണ്ട്. ആരാണ് ആ കാമുകി? ഇത്ര വർഷം രാപ്പകൽ ഭേദമല്ലേ, രാവും പകലും 24 മണിക്കൂറും കെട്ടിപ്പടിച്ചിട്ട് അവിടുന്ന് മുത്തം കൊടുത്തിട്ട് അങ്ങനെ ഒരു പ്രേമമുണ്ടായതാരോടാണ്? കലാമുൻ ഖദീമുല്ല യുമല്ലു സമാഉഹു. പരിശുദ്ധമായ അള്ളാഹിന്റെ കലാമാകുന്ന ഖുർആനാണ് ആ കാമുകി, അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനാണ് ആ പ്രിയ സഖി. ഖുർആനിനെ ബന്ധപ്പെട്ടു എത്രയാണ് സൂറത്തുകൾ, എത്രയാണ് ജുസുകൾ, എത്രയാണ് ഖത്മുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ
ഇമാം ഷാഫിഈ തങ്ങൾ തന്നെ പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടില്ലേ? ഞാൻ ഇമാം ഷാഫിഈ തങ്ങളെ കുറിച്ച് പഠിച്ചു, ഇമാം ഷാഫിഈ തങ്ങളെ ചരിത്രം പഠിച്ചു. ഷാഫി ഇമാം വലിയ ആലിമാണ്, സംശയമില്ല, വലിയ ആലിമാണ്. ഇൽമി മഈ ഹൈതുമാ യമ്മംതു യൻഫഉനി സദരി വിആഉല്ലദി ലബത്ന സന്ദൂഖി. അത്ര വലിയ ഇൽമാണ്. അതൊക്കെ നീണ്ട വിഷയങ്ങളാണ്. ആലിമ് മാത്രമല്ല, വലിയ ആബിദാണ്. പൊക്കിളിന്റെയും മുട്ടിന്റെയും ഇടയിൽ 7ഓളം രോഗങ്ങൾ, ആ രോഗം മുഴുവനും മാരകമായ രോഗത്തിന് കാരണമായ രോഗം. ആ രോഗമുള്ള സമയത്തും ഒരു ദിവസം ഒരു ഖത്മ ഖുർആൻ ഓതി തീർക്കുന്ന ഷാഫിഈ ഇമാമിന്റെ ചരിത്രം. മഹാനായ മുഅ്മിനീങ്ങളെ, ഖുറത്തു സാദാത്ത് തങ്ങളെ മഹബത്ത് വെച്ച മുഅ്മിനീങ്ങളെ, അവസാനമായി പലതും പറയാനുണ്ട്, പക്ഷെ ഒന്നും പറയുന്നില്ല. ഈ ഒറ്റ വാക്ക് പറയട്ടെ. മഹാനായ ഖുറത്തു സാദാത്ത് സയ്യിദ് ഫളൽ കോയമ്മ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹ്, അവിടുത്തെ കാവൽ നീ ഞങ്ങൾക്ക് നൽകണം അല്ലാ, ഞങ്ങളെ മാതാപിതാക്കളിൽ നൽകണം അല്ലാ, ഞങ്ങളെ ഭാര്യ മക്കളിൽ നൽകണം അല്ലാ, ഞങ്ങളെ വീടുകളിൽ നൽകണം അല്ലാ, ഞങ്ങളെ കുടുംബത്തിൽ നൽകണം അല്ലാ. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ ഓതിയതിന് കണക്കില്ല, ഓതി തീർത്തതിന് കണക്കില്ല. ഇമാം ഷാഫിഈ തങ്ങളെ ചരിത്രം വായിച്ചപ്പോ അവിടുന്ന് തീരുമാനിച്ചു, പലതും പറയാനുണ്ടെങ്കിലും ഒന്നിലേക്കും കടക്കാതെ, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ മലക്കം മറിഞ്ഞിട്ട്, അവിടുത്തെ വാക്ക് എങ്ങനെയാണ്, ആ യൂട്യൂബ് ഫുള്ള് പരിധിയാൽ അത് അതിൻ്റെ ബാക്കി കാണാം. അതിങ്ങനെ കെട്ടിമറിഞ്ഞിട്ട് അവിടെ നിന്ന് മലക്കം പറഞ്ഞിട്ട് എന്തിനാണ് ഓതുന്നത്? അപ്പോഴാണ് ഷാഫിഈ തങ്ങളെ ചരിത്രം ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് ഇത്രയൊക്കെ ഓതിയത് എന്തിനാണ്? ഈ ചാലഞ്ചായി ഷാഫിഈ തങ്ങൾ ഓതിയത് എന്തിനാണ്? എൻ്റെ ആഖിബത്ത് നന്നാകണം, എനിക്ക് കുടുംബത്തിൻ്റെ ഇടയിൽ പറയേണ്ടവരോട് പറഞ്ഞ്, കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത്, വാങ്ങേണ്ടതൊക്കെ വാങ്ങി, വസിയ്യത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്ത്, കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാനാണ് ഷാഫിഈ തങ്ങൾ ഖുർആൻ ഓതിയതെന്നറിഞ്ഞപ്പോ മഹാനായ സയ്യിദ് ഫളൽ കോയമ്മ തങ്ങൾ, കൂറത്തങ്ങൾ ചിന്തിച്ചു, ഖുറത്ത് സാദാത്ത് തങ്ങൾ ചിന്തിച്ചു, താജുൽ ഉലമയായ എൻ്റെ ബാപ്പ ഓതിയിട്ടുണ്ടല്ലോ, എൻ്റെ ഉപ്പാപ്പമാർ ഓതിയിട്ടുണ്ടല്ലോ, എനിക്കെന്തുകൊണ്ട് അങ്ങനെ ഓതിക്കൂടാ? എനിക്കെന്തുകൊണ്ട് ഷാഫിഈ ഇമാമിൻ്റെ നിയ്യത്ത് എനിക്കും വന്നുകൂടാ? അങ്ങനെ ഒരു പള്ളിയുടെ അല്ലെങ്കിൽ വീടിൻ്റെ അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി. റമളാനിൻ്റെ മാസം കണ്ട ആ നിമിഷം മുതൽ മൊബൈൽ ബന്ദ് ചെയ്ത്, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത്, അതിൻ്റെ സിം ഊരി, അതുമായി ദുനിയാവിൻ്റെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, അങ്ങനെയുള്ള ദുനിയാവിൻ്റെ മുഴുവൻ സിമ്മുകളും മാറ്റിയിട്ട് തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വൈതംതുൽ ഇയാല ലികൈ അറാക. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ആരും വേണ്ട. എട്ടിക്കുളത്താളുണ്ട്, കരുവന്തുരുത്തിയിലാളുണ്ട്, രാമന്തളിയിലാളുണ്ട്, ഉള്ളാളത്താളുണ്ട്. ഏതു മഹല്ലിലും എന്നെ സ്വാഗതം ചെയ്യാനും ഷാളിടാനും നന്ദി പറയാനും സ്വീകരിക്കാനും എന്നെ മദ്ഹ് പറയാനും ആളുണ്ട്. ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ കൂറത്തെ ഉള്ളിൻ്റെ ഉൾഭാഗത്ത്, പള്ളിയുടെ ഉൾഭാഗത്തിരുന്നിട്ട്, ഓ മുഅ്മിനീങ്ങളെ, ആ റമളാന് പൂർത്തിയാകുമ്പോൾ തീർത്തത് എത്രയാണ്? 29 ഖത്മുകളാണ്. ആ റമളാന് 1 മുതൽ 29 കഴിയുമ്പോൾ തീർത്ത ഖത്മുകൾ 29 ഖത്മാണ്. ഇതിനേക്കാൾ വലിയ കറാമത്ത് വേറെ ഇല്ലല്ലോ. അതിൻ്റെ ബാക്കി മാത്രമാണ്. മഹാനായ, ഞാൻ നിർത്തി, ഒറ്റ മിനിറ്റ് ഞാൻ നിർത്തി. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ മുഴുവനായി വന്നിട്ടുണ്ട്, ഈ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന ജമിയത്തുൽ ഉലമാ വലിയ ബറക്കത്തുള്ള സംഘടനയാണ്. അതിൻ്റെ പിന്നാലെ നിൽക്കുന്ന SYS ബറക്കത്തുള്ള സംഘടനയാണ്. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ ബറക്കത്തുള്ള സംഘടനയാണ്. ഉലമാഇന് ശക്തി കിട്ടണമെങ്കിൽ, നാട്ടിൽ ദീന് വളരണമെങ്കിൽ മാനേജ്മെന്റ് അസോസിയേഷൻ വരണം. SMA ബറക്കത്തുള്ള സംഘടനയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ SSF ബറക്കത്തുള്ള സംഘടനയാണ്. മുഅ്മിനീങ്ങളെ, പ്രസ്ഥാനത്തിൽ അടിനിരന്നോ, സംഘടനയുടെ പിന്നിൽ അണിചേർന്നു നിന്നോ, നമ്മെ കൈപിടിക്കാൻ, നമുക്ക് ദുആ ചെയ്യാൻ ആളുകളുണ്ടാകും. ഇതിന് ഒരുപാട് ആൾക്കാർ അധ്വാനിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കൊടുങ്കൈ ഹമീദ് ഹാജി, നമ്മുടെ പ്രിയപ്പെട്ട ഹക്കീം ചാ, അതുപോലെ ശാന്തി, അതുപോലെ ഹക്കീം ചാ, അങ്ങനെ ഒരുപാട് പേര്, നമ്മുടെ കുർത്തുമുഖർ ഹക്കീം ചാ അടക്കം ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ, നമ്മുടെ കുണ്ടടുക്ക മുസ്തഫ അടക്കം, നമ്മുടെ പ്രിയപ്പെട്ട മുസ്തഫ, അങ്ങനെ ഒരാളെ പേര് പറഞ്ഞാൽ ഒരുപാട് ഉമറാക്കൾ ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള മജ്ലിസ് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ടത് അത് ഇന്നത്തേതാണ് എന്ന് പറഞ്ഞു
പറഞ്ഞാൽ അത് തെറ്റാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സംഘാടകരുടെ കണക്ക് കൂട്ടുകളെ തെറ്റിച്ചിട്ടാണ് നിങ്ങൾക്ക് സൗകര്യങ്ങൾ പരിമിതമായത്. ഖുറത്തു സാദാത്തിന് വേണ്ടി നിങ്ങൾ പൊരുത്തപ്പെടണം. ഇതിന് വലിയ നേതൃത്വം നൽകിയ ബ്രൈറ്റ് ഇബ്രാഹിച്ച നമ്മുടെ സ്റ്റൈൽ പാർക്ക് അബ്ദുള്ള ഹാജിയും അതുപോലെ ഷെരീഫൊക്കെ, അങ്ങനെയുള്ള ഒരുപാട് ഇവിടെയുള്ള കച്ചവടക്കാരും ബാക്കിയുള്ളവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ പരിസരത്തുള്ള സംഘകുടുംബങ്ങളിലുള്ള എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. നീ അവർക്കൊക്കെ ബർക്കത്ത് നൽകണം അല്ലാ. ബ്രൈറ്റ് ഇബ്രാഹിച്ച ഖുറത്തു സാദാത്ത് തങ്ങളെ നെഞ്ചിലേറ്റിയ കുടുംബമാണ്. ഖുറത്തു സാദാത്ത് തങ്ങളെ അവരും നെഞ്ചിലേറ്റിയ കുടുംബമാണ്. ദാറുൽ അശ്അരിയന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഖുറത്തു സാദാത്ത് തങ്ങളോട് ഒരാഴ്ച ദുബൈയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ഒരു മടിയുമില്ലാതെ വന്നിട്ട് ഒരാഴ്ചക്കാലം ഖുറത്ത് തങ്ങൾ എൻ്റെ കൂടെ കാറിൽ രാത്രിയും പകലും അശ്അരിയക്ക് വേണ്ടി ഓടി നടന്നിട്ടുണ്ട്. അന്ന് രാത്രി വന്ന് ഞങ്ങൾ താമസിക്കുന്ന വീടാണ് അബൂദാബിയിലുള്ള ബ്രൈറ്റ് ഇബ്രാഹിച്ചാന്റെ വീട്. അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാകും. ഒരു ദിവസം രാവിലെ ബ്രൈറ്റ് ഇബ്രാഹിച്ചാന്റെ വീട്ടിൽ, ഞാൻ ഇത് അള്ളാഹിനെ സാക്ഷി നിർത്തി പറയുകയാണ്, വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ നാസ കഴിക്കുകയാണ്. ഖുറത്തു സാദാത്ത് തങ്ങളുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്, സാലത്തൂർ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ ഒക്കെ ഉണ്ട്. ഉണ്ടാകുമ്പോ പെട്ടെന്ന് ഫോൺ വരികയാണ്. ആർക്കും പരിചയമില്ല, ആർക്കും അറിയുകയില്ല. പെട്ടെന്ന് ഈ പ്രാഴ്ച ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കുമ്പോ നല്ല ശുഭവസ്ത്രധാരികളായ തലപ്പാവ് ധരിച്ച ഒരു പ്രത്യേകമായ പ്രകാശമുള്ളവർ, അവർ യമനിൽ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് അവിടെ നിന്ന് എത്തിപ്പെട്ടതെന്നറിയില്ല. അവർ വന്നിരിക്കുകയാണ്. നല്ല ഡ്രസ്സാണ്, നല്ല മുഖമാണ്, നല്ല രീതിയിലുള്ള ഈമാൻ ഇങ്ങനെ സ്ഫുരിക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോൾ തന്നെ മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ബനിയനിട്ടിട്ട് തുണിയൊടുത്തിയിരിക്കുകയായിരുന്നു. ഓടി ഉള്ളിലേക്ക് പോയി, എന്നിട്ട് കമീസിട്ടു, എന്നിട്ട് തലയിക്കെട്ടിട്ട് വന്ന ഉടനെ അവർ പറഞ്ഞു, ഇവിടെ ഒരു ആശക്കുണ്ടെന്ന വിവരം കിട്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. മദീനയുമായി ബന്ധമുള്ളവരാണ് ഞങ്ങൾ. റസൂലുള്ളാഹിന്റെ ആസാറുണ്ട്, അത് തരാനാണ് വന്നത്. ഖുറത്ത് തങ്ങൾക്ക് അറിയില്ല, ഹക്കാണിത് പറയുന്നത്, ആർക്കും അറിയില്ല. തങ്ങൾ കരഞ്ഞുപോയി. തങ്ങളെ ബീവി അന്ന് ആ വീട്ടിലുണ്ട്, മസൂദ് തങ്ങളെ ഉമ്മ ആ വീട്ടിലുണ്ട്. ഈ കിട്ടിയ ഈ ആസാറുമായിട്ട് തങ്ങൾ ഓടുന്നത് ഞങ്ങൾ കണ്ടതാണ്. ബീവിന്റെ മുന്നിലേക്ക് ഓടുന്നത് കണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ആ മഹാന്മാരായ സാദാത്തുക്കൾ പറഞ്ഞു, ഇവിടെ ഒരു ഇഷ്കിന്റെ ആളുണ്ടെന്ന് കേട്ടിട്ട് അറിഞ്ഞിട്ട് വന്നതാണ്. എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കാൻ പാടില്ല, അത് മദീനന്റെ കണക്ഷനാണെന്ന് പറയുകയാണ്. തങ്ങൾ കരയുകയാണ്, ആധാറെടുത്ത് ചുംബിക്കുകയാണ്. എന്നിട്ട് ആ ബിൽഡിംഗ് വിൽക്കാൻ വേണ്ടി ബ്രൈറ്റ് ഇബ്രാഹിച്ച പലപ്പോഴും ശ്രമിക്കുമ്പോഴും തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞത് വിൽക്കാൻ പാടില്ല, അത് റസൂലുള്ളാഹിന്റെ ആസാർ അത്ഭുതകരമായി മദീന എത്തിച്ച സ്ഥലമാണെന്ന് പറയുകയാണ്. ഇതൊക്കെ പഴയ ചരിത്രങ്ങളാണ്, ഞാൻ ഇതൊന്നും വിചാരിച്ചതല്ല. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും പല വീടുകളിലും വന്നു, പല മഹല്ലുകളിലും വന്നു, ബ്രൈറ്റ് ഇബ്രാഹിച്ചാന്റെ വീട്ടിൽ വന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും മുഹിബ്ബീങ്ങളെ ഉപ്പാപ്പന്റെ മഹബത്തുള്ള സ്ഥലങ്ങളിൽ വന്നു. ശനിയാഴ്ച ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാവ് വീട്ടിലെത്തി. അവിടുന്ന് കുടുംബത്തോടൊപ്പം താമസിച്ചു. തിങ്കളാഴ്ച മുത്തുനബിനെ ഓർമ്മിക്കുന്ന നാള്, മുത്തുനബിനെ മദ്ഹ് പറയുന്ന നാള്, ഒരു വർഷത്തിന്റെ തുടക്കമാണ്. 1446 ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഈ സമയത്ത് മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങള് രാവിലെ നാസ്ത കഴിക്കുന്നു. കുടുംബത്തോടൊപ്പം ബീവി അടുത്ത് വിളിക്കുകയാണ്, സന്തോഷം പങ്കിടുകയാണ്. എന്നിട്ട് റൂമിൽ വരികയാണ്. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹിനെ ഓർമ്മിക്കുകയാണ്, ഖൗസുല്ലാദം തങ്ങളെ ഓർമ്മിക്കുകയാണ്. കുടുംബത്തിന്റെ ഇടയിൽ വസിയത്തുകൾ പറഞ്ഞ് ഒരു അന്യമതസ്ഥരിൽപ്പെട്ട ഒരു സിസ്റ്റർ തൊടാതെ, ഒരു സിസ്റ്റർ ഇഞ്ചക്ട് ചെയ്യാതെ, ഒരു വെന്റിലേറ്ററിലേക്ക് പോകാതെ, ഹോസ്പിറ്റലിലേക്ക് പോകാതെ, എമർജൻസിയിലേക്ക് പോകാതെ, ജീവിതകാലത്ത് വെറുപ്പുള്ള അതിനോടൊന്നും ബന്ധപ്പെടാതെ കുടുംബത്തിന്റെ ഇടയിൽ, ബീവിന്റെ അടുത്ത്, മക്കളുടെ ഇടയിൽ, വീട്ടിന്റെ ഉള്ളില്, അവിടുന്ന് ഇമാം ശാഫിഈ തങ്ങൾ എന്തിനാണ് ഖുർആൻ ഓതിയത്? കുടുംബത്തിന്റെ ഇടയിൽ, മുഹിബ്ബീങ്ങളുടെ ഇടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനല്ലേ? അതിനല്ലേ ഖത്മുകൾ ഖുറത്തു സാദാത്ത് തങ്ങൾ തീർത്തത്. അവസാന നാൾ വരെ വണ്ടിയിലോടുമ്പോ ഖുർആൻ ഓതി 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 തീർത്തത് അതിനല്ലേ? ആ ഓതിയതിന്റെ റിസൾട്ട്, ആ ഓതിയതിന്റെ ഫലം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് 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 എന്ന് 3 പ്രാവശ്യം
പ്രാവശ്യം പറഞ്ഞ് പുഞ്ചിരിച്ച് നമ്മിൽ നിന്ന് ഇവിടെ പറയുകയാണ്. വേദനയുണ്ട് നമുക്ക്, പ്രയാസമുണ്ട് നമുക്ക്, പക്ഷെ നമ്മുടെ അടുത്തുണ്ട് നമുക്ക് സങ്കടം പറയാൻ, നമ്മുടെ വിഷമം പറയാൻ, നമ്മുടെ ആവലാദികളും വേവലാദിയും പറയാൻ. നീ അവിടുത്തെ കാവല് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. എല്ലാവരും ദ്വാരക്കണം എന്ന് പ്രത്യേകമായി അറിയിച്ച് ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.